ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണ് മാഷ്മെലോ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ആൻഡ്രോയിഡ് ഫോണിൽ കിറ്റ്കാറ്റിലേക്കും അതിൽ നിന്നും ലോലിപോപ്പിലേക്കും എങ്ങനെയാണ് ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് ലഭിക്കുന്നതാണ്. അതേപോലെ പുതിയൊരു വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ ഫോണിൽ ഒരു കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യണം. അതേപോലെ സാംസങ് ഫോൺ ആണ് ഉപയോഗിക്കുന്നത്, സാംസങ് ഫോണിന്റെ ഡ്രൈവ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതേപോലെ ഓഡിൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ് കാണിച്ചിരുന്നത്. ഈ ഫോണിൽ ഇപ്പോൾ ലോലിപോപ്പ് 5.1.1 ആണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലോലിപോപ്പ് വേർഷനാണ് ഇപ്പോൾ ഈ ഫോണിൽ വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ CM13 എന്ന് പറയുന്ന മാഷ്മെലോയുടെ വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഫോണിൽ ഫ്ലാഷ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ ഈ ഫോണിൽ ഒരു കസ്റ്റം റിക്കവറി ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒന്നും ഫോണ് പവർ ഓഫ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. ഫോൺ പൂർണ്ണമായി ഓഫ് ആയെന്ന് ഉറപ്പാക്കാനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഊരി വീണ്ടും ഇൻസേർട്ട് ചെയ്യുക. കസ്റ്റം റിക്കവറി മോഡിൽ ഫോണ് ഓൺ ആക്കണം. അതിനായിട്ട് ചെയ്യേണ്ടത് വോളിയം അപ്പ് ബട്ടൺ, അതേപോലെ ഹോം ബട്ടൺ, പവർ ബട്ടൺ, ഇത് മൂന്നും ഒരേപോലെ അമർത്തി പിടിക്കുക. ഇതേപോലെ സാംസങ്ങിന്റെ ഒരു ലോഗോ വരുമ്പോൾ പവർ ബട്ടണിൽ നിന്നും വിരലെടുക്കുക. ബാക്കി രണ്ട് ബട്ടണുകളും അമർത്തി തന്നെ പിടിക്കുക. ഞാനിതിൽ ടീം പിൻ റിക്കവറിയാണ് ഫ്ലാഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, വൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫാക്ടറി റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കുക, ഞാനിവിടെ ഒന്നും ഫാക്ടറി റീസെറ്റ് ചെയ്യുകയാണ്. ഇവിടെ സക്സസ്ഫുൾ ഫാക്ടറി റീസെറ്റ് എന്ന് എഴുതി കാണിച്ചു. അതിനുശേഷം ബാക്ക് ചെയ്തു. അതിനുശേഷം അഡ്വാൻസ്ഡ് സെറ്റിംഗിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒന്നും ഡാൽവി കെ അതേപോലെ കെ ഫയൽ ഇത് രണ്ടും വൈപ്പ് ചെയ്യുക. നോക്കുക, വൈപ്പ് കംപ്ലീറ്റ് സക്സസ്ഫുൾ എന്നിവിടെ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ഞാൻ ബാക്ക് ചെയ്യുകയാണ്. ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, CM13 എന്ന് പറയുന്ന ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. ഒരു സിപ്പ് ഫയലാണ്. ഞാനിത് ഇവിടെ ഒന്നും ഫ്ലാഷ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഈ ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്വൈപ്പ് ടു കൺഫേം ഫ്ലാഷ് എന്നുള്ള ഈ ഓപ്ഷനിൽ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. കുറച്ച് സമയമെടുക്കും. ഇതിപ്പോൾ എൻ്റെ ഫോണിൽ ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു റോം, കസ്റ്റം റോം ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. മാഷ്മെലോ വേർഷനിലേക്ക് ലോലിപോപ്പിൽ നിന്നും ഇത് അപ്ഡേറ്റ് ആവുന്നതാണ്. കുറച്ച് സമയം എടുക്കും. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നോക്കുക, സക്സസ്ഫുൾ എന്നിവിടെ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിവിടെ ജിആപ്സ് ഫ്ലാഷ് ചെയ്യുന്നില്ല. ഇവിടെ ഒന്ന് റീബൂട്ട് ചെയ്യുകയാണ്. റീബൂട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഫോൺ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റീബൂട്ട് ആവുന്നതാണ്. കുറച്ച് സമയമെടുക്കും. ഫസ്റ്റ് ബൂട്ടിന് കുറേ സമയമെടുക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ കാണാൻ സാധിക്കും സൈനജൻ ബോർഡിന്റെ ലോഗോ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. കുറച്ച് സമയമെടുക്കും. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ കാണാൻ സാധിക്കും ഫോൺ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ നോക്കുക, ഇപ്പോൾ ഈ ഫോണിൽ മാഷ്മെലോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ബ്രൈറ്റ്നസ് ഞാനൊന്ന് കുറച്ച് നോക്കുക. ഇനി നമുക്ക് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. വളരെ പഴയൊരു ഫോണാണിത്. ഞാൻ ഇതിൽ പല പ്രാവശ്യം ഇപ്പോൾ പല വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ 6.0.1 ആണ് ഇതിലിപ്പോൾ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. നോക്കുക, മാഷ്മെലോ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് മുമ്പ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഈ ഫോണിൽ ലോലിപോപ്പ് 5.1.1 ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിൽ മാറി മാഷ്മെലോയിലേക്ക് മാറിയിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലും ഇതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറ്റി പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഫോണിൻ്റെ കറക്റ്റ് മോഡൽ നമ്പറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് അതിനുവേണ്ടിയുള്ള ഫയൽ കണ്ടെത്തുക. അതിനുശേഷം മാത്രം ഫ്ലാഷ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ എല്ലാം ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ ഒന്ന് കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും യൂട്യൂബ് ചാനലിലെത്തി കാണാൻ സാധിക്കും. അതേപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.